ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് പെൺകുണ്ട വിളയാട്ടം. 1ഉം 2ഉം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് 3 ആവട്ടെ. നമ്മൾ മലയാളികൾ കുറച്ച് കാശ് കൂടെ കൂടുതൽ കിട്ടുന്ന കേൾക്കുമ്പോൾ കയ്യിലുള്ള സ്വർണം അതുപോലെ തന്നെ പണമൊക്കെ കൊണ്ടുപോയിട്ട് കണ്ണി കണ്ടവരെ കയ്യിൽ ഒരു തെളിവും ഇല്ലാതെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് അവർ പറ്റിച്ചാലോ പട്ടി മോങ്ങണ പോലെ ഇവിടെ കിടന്ന് മോങ്ങിക്കൊണ്ട് ഓടിയോണ്ട് ഇങ്ങനെ നടക്കും. കൊല്ലം ചവറ മുകുന്ദപുരം മേനമ്പള്ളി സ്വദേശികളായ വീട്ടമ്മയും ഭർത്താവും സരിത ഭവനിൽ 39 വയസ്സുള്ള സരിതയെ പരിചയപ്പെടുന്നു. ആ ദമ്പതികളുടെ കയ്യിൽ കുറച്ചധികം പണമുണ്ടെന്ന് മനസ്സിലാക്കിയ സരിത സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സിൽ പങ്കാളികളാക്കാമെന്നും ലാഭവിഹിതം വാങ്ങി നൽകാമെന്നും കൂടാതെ സരിതയുടെ പേരിൽ മത്സ്യബന്ധന ബോട്ടുണ്ടെന്നും അതിൽ പങ്കാളികളാക്കാമെന്നും വാഗ്ദാനം നൽകുന്നു. ആ ദമ്പതികൾ സരിതയുടെ പ്രലോഭനത്തിൽ വീണ് ആ സരിതയെയും കുടുംബത്തെയും കുറിച്ച് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ പലപ്പോഴായി 34,70,000 രൂപ സരിതയ്ക്ക് നൽകുന്നു. പണം നൽകി നാളുകൾ കഴിഞ്ഞിട്ടും വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം കിട്ടാത്തതിനെ തുടർന്ന് ആ ദമ്പതികൾ സരിതയുടെ വീട്ടിലേക്ക് പണം തിരികെ ചോദിക്കുന്നതിനായി ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങൾ തട്ടിപ്പിനിരയായെന്ന്. കാരണം ആ വീട്ടമ്മയെയും ഭർത്താവിനെയും സരിതയും ഭർത്താവും അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി ഇറക്കിവിടുന്നു. അതിനെ തുടർന്ന് ചവറ പോലീസ് സ്റ്റേഷനിൽ ഈ ദമ്പതികൾ കേസ് ഫയൽ ചെയ്യുന്നു. ചവറ പോലീസ് കേസന്വേഷണം ആരംഭിക്കുന്നു. പ്രത്യേകിച്ച് സരിതയെയും ഭർത്താവിനെയും കുറിച്ചിട്ട് അന്വേഷിക്കുന്നു. അന്വേഷിച്ചപ്പോഴാണ് സരിതയ്ക്ക് ഇത് തന്നെയാണ് പണി. തട്ടിച്ചിട്ട് കോടികളാണ് പലരിൽ നിന്നും തട്ടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ സരിതയെ അറസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഒരു നിശ്ചിത തുക തന്നാൽ അതിൻ്റെ ഇരട്ടി തരാ, അല്ലെങ്കിൽ 3 ഇരട്ടി തരാ, അല്ലെങ്കിൽ ബിസിനസ്സിൽ പങ്കാളികളാക്കാം, അത്ര കിട്ടും ഇത്ര കിട്ടും എന്ന് പറഞ്ഞിട്ട് പലരും പറ്റിക്കാനുണ്ടാവും. നമ്മൾ കൊതിമൂത്ത് അവരെ പിന്നാലെ പോയാൽ കയ്യിലുള്ള ക്യാഷും കൂടി പോയി കിട്ടും. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും സൂക്ഷിക്കുക. ഇത്തരം തട്ടിപ്പുകളിൽ തല വെച്ച് കൊടുക്കാതിരിക്കുക. ദയവ് ചെയ്തൊന്ന് ആലോചിക്കുക. നമ്മളെ നന്നാക്കാനുള്ള ആൾക്കാരൊന്നല്ലേ ഈ ലോകത്ത്. പലരും ഇതുപോലെ പറഞ്ഞിട്ട് അത്ര തരാം എത്ര തരാം അങ്ങനെ തരാം ഇങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രലോഭിപ്പിക്കാനുണ്ടാവും. നമ്മളെ നന്നാക്കാനൊന്നും ആരിയിരിക്കണില്ല. എങ്ങനെ തട്ടിച്ച് നിങ്ങളുടെ കയ്യിലുള്ള കാശും മാനൊക്കെ തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മറ്റുള്ളവർ നടക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് കാശൊക്കെ കൊടുക്കുമ്പോൾ 2ാമതും 3ാമതും 10ാമതും ഒക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.